ഹരിതകർമ്മസേനക്കാർക്ക് കൊടുക്കണ വേസ്റ്റ് മറികടന്നാണ് ഈ കൊണ്ട് തള്ളണത്. അതിൽ ജോലിയായിട്ട് ഇരുന്നവർ വരെ കൊണ്ട് തള്ളയാണ്. അതിൽ താൽക്കാലികമായി ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളാകുമ്പോൾ പല ഇതിലും ഉണ്ടാവും. പക്ഷെ അത് മറികടന്നാണ് ഈ വേസ്റ്റ് മനഃപൂർവ്വം കൊണ്ട് തള്ളുന്നതാണ്. പക്ഷെ കൗൺസിലർ പോലും ഒരു മീറ്റിംഗ് കൂടി ഇവിടെ എന്ത് ഈ വേസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് കിടക്കണമെന്ന് കമ്മിറ്റി ഞങ്ങൾ വിളിച്ചു കൂട്ടി ഒരു കമ്മിറ്റി കൂടാൻ പോലും കൗൺസിലർ ആവട്ടെ ഇതിലെ ബന്ധപ്പെട്ട ആളുകളാവട്ടെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ വേസ്റ്റ് കൂടി കിടക്കുന്നുണ്ട്, നിങ്ങൾ ഒരു മീറ്റിംഗ് കൂടി അവിടെ ഉള്ള പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അതിനുള്ള തീരുമാനം ഉണ്ടാകും. പക്ഷെ 2 മാസം കൊണ്ട് ആരും വന്നിട്ടില്ല. നമസ്കാരം. മന്ത്രിപദം ഒഴിയുന്നതിന് മുമ്പ് തന്നെ രാധാകൃഷ്ണൻ മികച്ച ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കോളനി എന്ന പദം മാറ്റി ആ പ്രദേശത്തെ നിവാസികൾക്ക് അവിടെ എന്ത് പേരിടണം എന്ന തീരുമാനത്തിലേക്ക് എത്താവുന്നതാണ്. എന്നാൽ കോളനി എന്ന പദം മാറ്റുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമാകുന്നുണ്ടോ? അത് നമുക്ക് അവിടുത്തെ നിവാസികളോട് തന്നെ ചോദിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കരിമടത്താണ്. കരിമടത്തെ നിവാസികളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ കോളനി എന്ന പദം മാറ്റുന്നതിനോട് യോജിപ്പാണ്. കോളനി എന്ന് പറയുന്ന ഒരു പദം മാറ്റി നല്ലൊരു പേര് രൂപീകരിച്ച് വരുന്നതിൽ അഭിമാനം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം ജനവും നമ്മുടെ ഈ കോളനിയിൽ താമസിക്കുന്ന നിവാസികളും അതിനോടൊപ്പം മാറിയാൽ മാത്രമേ ആ പദത്തിന് ഒരു അർത്ഥം ഉണ്ടാവത്തുള്ളൂ. ബേസിക്കലി ഇവിടെ വന്നിട്ട് എന്താ പറയാ, കഞ്ചാവോ പണ്ട് കാലം മുതലേ ഞങ്ങൾ കേട്ടും വളർന്നതും കണ്ടതും എല്ലാം കഞ്ചാവും ചാരായവും, ഇപ്പം വേറൊരു പേരിലറിയുന്ന MTM, ഇതെല്ലാം കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്നവരും വിൽക്കുന്നവരും എല്ലാം ഇതിനകത്തുണ്ട്, ഇല്ലെന്ന് പറയാം. അപ്പം അതൊക്കെ ഒന്ന് മാറണം. ഒരു പരാതി കൊണ്ടുവന്ന് നമ്മൾ അറിഞ്ഞു കൊണ്ടുവന്നൊരു സ്റ്റേഷനിൽ കൊടുത്തിരുന്നാലും ആ കൊടുക്കുന്ന വ്യക്തിയുടെ പേര് പോലും പറയാത്ത, ഇപ്പോൾ നമ്മളൊരു കാര്യം കണ്ടെത്തി ഇന്നതുപോലെയാണ് നിങ്ങൾ ഇവിടെ സാർ വന്ന് പരിശോധിക്കും, അതെനിക്ക് ഫോൺ കോൾ വന്ന് ഇന്ന ആളാണ് എന്നെ വിളിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവരത് നമ്മളുടെ മുമ്പിലോട്ട് ചാടിക്കയറി ഞങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ അടിക്കാനോ ഞങ്ങളെ മർദ്ദിക്കാനോ സ്ത്രീകളൊന്നും ഇല്ലാത്ത രീതിയിൽ മർദ്ദിക്കുകയും അല്ലെങ്കിൽ ചീത്ത പറയുകയും അതെല്ലാം നമ്മളിവിടെ തരണം കൊണ്ട് പോവുകയാണ് ചെയ്തുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരിതും നമുക്ക് മാറിക്കിട്ടണം. ഇപ്പം ഉള്ളവരുടെ മക്കൾ മാത്രം ജീവിച്ചാൽ പോരാ, ഇല്ലാത്ത പാവങ്ങളുടെ മക്കളും ഇതിനകത്ത് ജീവിക്കണം. അവർക്ക് വിദ്യാഭ്യാസം വേണം, അവർ ഉയർന്ന് മുന്നോട്ട് വരണം എന്നൊക്കെ ഉള്ളവർ കുറേ അമ്മമാർക്ക് അങ്ങനെ ഉണ്ട്. കുറേ അമ്മമാർ ചിലപ്പം എല്ലാവരും മക്കളെ തെറ്റായിട്ട് ധരിക്കൂല, ആരും മക്കളെ നന്നാവാനേ പറയും, നശിച്ചു പോകുന്നു പറയൂല. പക്ഷെ ഈ കോളനി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആ ബേസിക്കിൽ നിന്ന് നമ്മളൊരു തലമുറ നല്ല മാറ്റം വരണമെന്ന് നമ്മൾ എന്നും പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളിപ്പോ നിൽക്കുന്നിടത്ത് തന്നെ ഇവിടെ ദുർഗന്ധം വരുന്നു. അത് VK പ്രശാന്ത് സാർ ഇരുന്ന സമയത്ത് നമുക്ക് കെട്ടിത്തന്ന ഈ വേസ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ അതിപ്പോ ഇടിച്ച് പണിയുന്നുണ്ട്. അപ്പൊ ഈ പണിയുന്നതിൽ എന്താണെന്ന് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. ഇതിപ്പോ കുറച്ച് 2-3 ദിവസം കൊണ്ട് ഇതിപ്പോ പണിയാനുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. അത് വീണ്ടും കോർപ്പറേഷൻ ആണോ പണിയുന്നത് അറിഞ്ഞിട്ട്, അതേ ഹരിത മിഷനിലെ ഇതാണ്. ഇപ്പൊ വീടുകൾ തോറും 300 രൂപ വെച്ച് ഈ ഷവർ വേസ്റ്റ് എടുക്കുന്നതിന് 300 രൂപ വെച്ച് കേൾക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരുപാട് ഭാഗങ്ങളുണ്ട്, ജോലിക്ക് പോകാൻ പറ്റുന്നവരുണ്ട്, ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. അവരുടെയൊക്കെ 300 രൂപ ചോദിച്ചാൽ അവർക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പം അതിൽ നിന്നൊരു മോചനം വരണം. അപ്പൊ ഇത് കോർപ്പറേഷൻ ആണ് കെട്ടിയിട്ടുണ്ട്, അത് വീണ്ടും ഇതുപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ പൂർണ്ണമായ ആഗ്രഹം. പക്ഷെ എന്താണ് ഇതിനെ പറ്റിയൊന്നും അല്ല ദൂരം. ഞങ്ങളുടെ വീട് പണി, ഞാനിപ്പോ വീട് പണിയാനായിട്ട് പൊളിച്ച് മാറ്റിയൊക്കെ വീട് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റിൽ നിന്ന് 2000 തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ഒരു 3 വർഷത്തിന് മുമ്പേ ഒരു കോർപ്പറേഷനിലൊരു
കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അന്നേ വീട് മാറിയതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് തിരികെ വാടകയോ അങ്ങനെ തന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. വാടക തരുമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് പേർക്ക് കൊടുക്കുന്നു, കുറച്ച് പേർക്ക് കൊടുക്കുന്നു. ഇവർക്കാട്ടും അങ്ങനെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ കുട്ടികളെയും കൊച്ചു കണ്ട വാടക വീടുകളിൽ നമ്മൾ താമസിക്കണം. ആ വാടക കൊടുക്കാനും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. പിന്നെ വീട് തന്നു, ഗവൺമെന്റ് വീട് തന്നു എന്ന് പറയണത്. ഗവൺമെന്റ് വീട് തന്നെങ്കിലും എന്താ പറയാ, സുരക്ഷിതമായിട്ടെന്ന് വെച്ചാൽ 1-2 കുട്ടികളെ വെച്ച് ആ വീട്ടിൽ താമസിക്കാനോ ബുദ്ധിമുട്ടാണ്. കാര്യം സൗകര്യം ഒരു അടുക്കള, ചെറിയൊരു അടുക്കള, ബാത്റൂം ഇങ്ങനെ ചെറുതായിട്ടേ ഉള്ളൂ. ഒരാൾക്ക് നിന്ന് കഴിഞ്ഞാൽ വേറൊരാൾ, ഒരു കുട്ടിക്ക് പോലും വെള്ളം എടുത്ത് അങ്ങനെ ഉള്ളൊരു സൗകര്യമുള്ള ഒരു വീടാണ്. അപ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് ഒരു മാറ്റം വേണം. നല്ലൊരു അടച്ചു മുറി ഒന്നോ അല്ലെങ്കിൽ ഒന്നിന്റെ കൂടെ ഒന്നോ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ടൊരു വലിയൊരു സപ്പോർട്ടിങ് ഗവൺമെന്റ് തരണം എന്നാണ്. എത്ര ഈ കരിമടം കോളനിയിൽ ഒരു ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരാളടുത്ത് മാത്രം ഒന്നും ഒതുക്കി നിർത്തി പറയാനായിട്ടുള്ളൊരു ചർച്ച വരും. ഇപ്പൊ ചർച്ചയ്ക്ക് നിങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്തുനിന്നും വേറൊരാളടുത്തുനിന്നും നിങ്ങൾ ആ ചർച്ച ചെയ്യുമ്പോൾ അതിലെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലുള്ള ബേസിക്കലി ഈ കോളനിക്കകത്തെന്ന് വെച്ചാൽ ഒരാൾ മാത്രം എല്ലാം അടക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഇത് കൊടുക്കുമ്പോൾ ഇവിടെ എത്ര പേരുണ്ടെങ്കിലും, എത്ര പേര് ഉണ്ടോ ഇല്ല, അതിൽ ഒരു 10 പേരെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ച് എന്താണെന്ന് അത് നേരിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ചെവിക്കലിലും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനോടൊരു ഇത് വേണമെന്ന് നമ്മൾ താങ്ക് യു. ആവശ്യമുള്ളതായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഈ നഗരസഭയുടേതായിട്ട് നമുക്ക് ഇത് വൃത്തിയാവണം. ഇവിടെയുള്ള കോളനിക്കാർ ഇത് വൃത്തിയാക്കണം. കാരണം കോളനിക്കാർ കൊണ്ടിടുന്നതുകൊണ്ടാണ് ഈ വേസ്റ്റ് ഇവിടെ മൊത്തത്തിലാവുന്നത്. 5 ക്യാമറയും വെച്ച് ഫ്ലെക്സും വെച്ചിട്ട് പോലും അത് മറികടന്നാണ് ഇവിടെയുള്ള ഈ ജനങ്ങൾ ഇവിടെ കൊണ്ടിടുന്നത്. പക്ഷെ ഇവിടെയുള്ള ജനങ്ങൾ ഒരു കാലത്തും നന്നാവൂല. നന്നാവണമെന്ന് വിചാരിച്ചവരാണെങ്കിൽ ഇത് നന്നാക്കുമായിരുന്നു. അവർക്കെല്ലാം കുട്ടിയും കൊച്ചുങ്ങളും പല അസുഖമുള്ള, പക്ഷെ കോളനിക്കകത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു അസുഖവും ഇല്ല. പൊതുവെ ഒരു അസുഖവും ഇല്ല. ഈ നല്ല വൃത്തിയോടെ സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് പല അസുഖങ്ങളും ഉണ്ട്. പക്ഷെ ഈ നാറ്റടിച്ചിട്ട് മക്കൾക്ക് അസുഖമില്ല. എന്തുകൊണ്ട്? ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ്. പണ്ടുള്ളവർ പറയും പോലെ പഴവങ്ങാടി തൊട്ടടുത്ത് കിടക്കുമ്പോൾ ഗണപതി പോലെ കിടക്കുമ്പോൾ അവർക്കൊക്കെ എന്ത് വേണം? നൽവഴിയല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ നന്നാവൂല. മോനെ എത്രയൊക്കെ നോക്കിയിരുന്നാലും നന്നാവൂല. ഹരിതകർമ്മസേനക്കാർക്ക് കൊടുക്കണ വേസ്റ്റ് മറികടന്നാണ് ഈ കൊണ്ട് തള്ളണത്. അതിൽ ജോലിയായിട്ട് ഇരുന്നവർ വരെ കൊണ്ട് തള്ളയാണ്. അതില് താൽക്കാലികമായി ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളാകുമ്പോൾ പല ഇതിലും ഉണ്ടാവാതിരിക്കും, ഉണ്ടാവും. പക്ഷെ അത് മറികടന്നാണ് ഈ വേസ്റ്റ് മനഃപൂർവ്വം കൊണ്ട് തള്ളുന്നതാണ്. ഞങ്ങൾ ക്യാമറ വഴി കണ്ടുമ്പോൾ പല ആൾക്കാരും ഈ കോളനിക്കകത്തുള്ളവർ ഈ വേസ്റ്റ് ഇവിടെ കൊണ്ട് തള്ളയാണ്. ഇതിലെല്ലാം മുൻഗണനയായിട്ട് അശ്വതി എന്ന് പറഞ്ഞ് അവർ പോയി എല്ലാം പോയി റെഡിയാക്കി ചാലവാർഡിൽ പോയി എല്ലാം എഴുതി പറക്കി എല്ലാം കൊടുത്താണ് ഞങ്ങൾ ഇത് തിരിച്ചു വാങ്ങിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേസ്റ്റ് ഇടാതിരിക്കാൻ. ഇവിടെ ഒരു തട്ടുണ്ട്. ഇത് പലഹാരം വാങ്ങിച്ചു കഴിക്കുന്ന തട്ടാണ് ഈ തട്ട്. രാത്രി ഉണ്ട്, രാവിലെയും കാണും. അവർക്ക് പോലും ഇരുന്ന് മാറ്റം കൊണ്ട് ബിസിനസ് ചെയ്യാനായിട്ട് ഒക്കുന്നില്ല, കച്ചവടം ചെയ്യാൻ ഒക്കല്ല. അപ്പൊ അത് ഇത്രയും വൃത്തിയായി കിടന്ന് അത്രയ്ക്കും നല്ലതല്ലേ. ഒരു മനഃപൂർവ്വം ഇത് ചെയ്യണതാണ്. കോളനി ഒരു കാലത്ത് നന്നാവരുത്, ആരും നന്നാവരുത്. ഇവരെ വല്ലവരും തന്റെ ഇടാം. കുളത്തിലും വാരി എറിയുന്നുണ്ട്. കൂടുതലും കുളത്തിൽ തന്നെ വാരി തള്ളണത്. ഇവിടെ ഇടാൻ ഒത്തില്ലെങ്കിൽ കുളത്തിൽ തള്ളും. 4ാമത്തെ നിലയിൽ ഇരുന്നും കൊണ്ടും തള്ളും. അവിടെ താഴെ ഉള്ളവരും കൊണ്ട് തള്ളും. അവിടെ നമ്മൾ 300 രൂപ കൊടുത്താൽ നമ്മളെ നോക്കിയിട്ട് അടുത്തവർ കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ മാലിന്യം കൊണ്ട് ഇവിടെ ഇടും. പൈസ നിങ്ങൾ കൊടുക്കല്, മാലിന്യം കൊണ്ട് ഇവിടെ തള്ളിയാൽ മതി, വെറുതെ കിടക്കയില്ലേ, സ്ഥലം അവിടെ കൊണ്ടിട്ടാൽ മതി എന്ന്. ഇവിടുത്തെ ആളുകൾ കാരണം തന്നെയാണ് ഇവിടെ നശിപ്പിക്കുന്നത്. ഇവിടത്തെ ഒരുമാതിരിപ്പെട്ടവര് എല്ലാവരും ഇല്ല, ഒരുമാതിരിപ്പെട്ടവർ ഇതിലുണ്ട്. ഇവിടെ റെസിഡൻസ് രൂപീകരിച്ച് അവര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, കുടുംബശ്രീക്കാർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, വാർഡ് കൗൺസിലർ വരെ പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത ആൾക്കാരാണ് ഈ കോളനി കിടക്കുന്നത്. മുഖ്യത് 100-1 ഉള്ളു നല്ലതായിട്ട്, ബാക്കി എല്ലാം ഈ പോക്കൃത്തനം കാണിക്കണവരേ ഉള്ളൂ. അതാണ്. എന്റെ പേര് നദീറ. ഞാൻ ഹരിതകർമ്മസേന ജോലിയിൽ 2 വർഷക്കാലം കൊണ്ട് ജോലി ചെയ്യുന്ന, ഇപ്പൊ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഉള്ളൂ. അതായത് ഇവിടെ ആവശ്യമുള്ള ആദ്യത്തെ കാര്യം കുട്ടികൾക്ക് ഒരു കളിസ്ഥലമാണ്. എന്തെന്ന് വെച്ചാൽ കുട്ടികൾ ഇവിടെ മയക്കുമരുന്ന് അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കുട്ടികൾ ആ ഒരു കളി അങ്ങനെയുള്ള രീതിയിൽ പോയാലേ ആ കുട്ടികൾ നല്ല രീതിയിൽ വരുള്ളൂ. അപ്പൊ അതിനാവശ്യമുള്ളത് മെയിൻ കാരണം
ഒരു പ്ലേ ഗ്രൗണ്ടാ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ നിർബന്ധമായി ആവശ്യമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉള്ളതാണ്. പിന്നെ അത് ഇപ്പൊ മറ്റുള്ളവർ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യത്തിൽ അത് പൂട്ടിയിടുകയും പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാന്ന കേട്ടാ അത് പിള്ളേർ വന്ന് കളിക്കുന്നുണ്ട്, പിന്നെ അത് പൂട്ടുന്നുണ്ട്, പിന്നെ ഇപ്പൊ അതിനെ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ വീട് വെക്കണം എന്നുള്ള രീതിയൊക്കെയാണ് അവിടെ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ലത് അത് കളിസ്ഥലം പോലെ കിടന്നാ പോരെ, അവിടെ ഒരു ഗ്രൗണ്ട് ആയിട്ട് അതിന്റെ ആ രീതിയിൽ തന്നെ കിടക്കട്ടെന്നാണ് ഇവിടെ ഉള്ള ജനങ്ങള് 100% തീരുമാനം. ഇതിന് തീരുമാനം എടുക്കേണ്ടത് ഇതിനായിട്ടുള്ള കൗൺസിലർ ആണ്. അത് പക്ഷെ കൗൺസിലർ പോലും ഒരു മീറ്റിംഗ് കൂടി ഇവിടെ എന്ത് ഈ വേസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് കിടക്കണമെന്ന് കമ്മിറ്റി ഞങ്ങൾ വിളിച്ചു കൂട്ടി ഒരു കമ്മിറ്റി കൂടാൻ പോലും കൗൺസിലർ ആവട്ടെ ഇതിലെ ബന്ധപ്പെട്ട ആളുകളാവട്ടെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ വേസ്റ്റ് കൂടി കിടക്കുന്നുണ്ട്, നിങ്ങൾ ഒരു മീറ്റിംഗ് കൂടി അവിടെ ഉള്ള പെണ്ണുങ്ങൾ എല്ലാരും കൂടി ചേർന്ന് അതിനുള്ള തീരുമാനം ഉണ്ടാകും. പക്ഷെ 2 മാസം കൊണ്ട് ആരും വന്നിട്ടില്ല. എന്തിന്റെ അടിസ്ഥാനത്തിൽ വരാത്തത്? അവരെ പ്രശ്നം എന്താണോ ഞങ്ങൾ അറിയിച്ചല്ലോ, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വരാത്ത? അവര് വന്ന് അന്വേഷിച്ചെങ്കിൽ ഉറപ്പായിട്ട് ഈ വേസ്റ്റ് ഇവിടെ കിടക്കത്തില്ല. ഇത് നല്ലൊരു സ്ഥലമായിട്ട്, ഈ നല്ലൊരു കരിമടം കോളനി ആയിട്ട് ഇത് മാറിയിരുന്നു. അപ്പൊ ഈ പറഞ്ഞതുപോലെ വ്യക്തി വൈരാഗ്യങ്ങൾ, അതായത് പാവങ്ങള് പിന്നെയും നശിക്കണം, ഈ പാവങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കണം, അവര് പിന്നെയും വളർന്നുകൊണ്ട് പോണം എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ നടക്കുന്നത്. ഒരു 50 കൊല്ലം കഴിഞ്ഞ് കോളനി എന്ന വാക്ക് കേരളത്തിൽ കാണില്ല എന്ന് ഏകദേശം ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കോളനിയിൽ താമസിക്കുന്ന നിവാസികളുടെ കാര്യം മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാലം അതിന് മറുപടി പറയും. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.